നമ്മുടെ നാട്ടിലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ പ്രൊഫൈൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ഒരു വീഡിയോ രേണു സുധിയുമായി ബന്ധപ്പെട്ടായിരിക്കും. കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരനുണ്ട്, മരണപ്പെട്ടു പോയ ആക്സിഡന്റിൽ. പുള്ളിക്കാരൻ്റെ വൈഫാണ് രേണു സുധി. ഇവരുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഓരോരുത്തരും ഓരോ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇതുവരെ അവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ നേരത്ത് ഒരു കാര്യം പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് അനാവശ്യമായിട്ട് ഇവരുടെ ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ ഇവരിലേക്ക് എല്ലാവരും എത്തി നോക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് എത്തി നോക്കുന്നത്? ഞാൻ ഈ കൊല്ലം സുധിയെ ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കലാകാരനാണ്. ഈ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിനകത്ത് ഈ കൊല്ലം സുധി ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ ഒരു കമ്പനിപ്പെടുന്ന ആൾക്കാരെല്ലാം സാമ്പത്തികമായി ഉയർന്നപ്പോഴും കൊല്ലം സുധിക്ക് ഒരു വീട് വെക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള ആളെ. അന്ന് ഞാൻ വിചാരിച്ചു, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ആ മനുഷ്യന് സാമ്പത്തികമായിട്ടൊന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീട് വെക്കാൻ പറ്റിയില്ലല്ലോ. ആ വ്യക്തിയുടെ സംസാരത്തിൽ തന്നെ ആത്മാർത്ഥമായ ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ മനുഷ്യൻ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അന്ന് ഈ ശ്രീകണ്ഠൻ നായരനെ പോലുള്ള ആൾക്കാർ ഈ കൊല്ലം സുധിയുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വീടിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് അവരൊരു വീട് വെച്ച് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീടൊക്കെ വെച്ച് കൊടുത്തു. ഇതിനുശേഷം രേണു സുധി, കൊല്ലം സുധിയുടെ വൈഫ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ സജീവമാകുന്നു. അവർ വീഡിയോ ഇടുന്നു. സ്വാഭാവികമായിട്ടും കൊല്ലം സുധിയുടെ ഭാര്യ എന്നുള്ള രീതിയിൽ ആൾക്കാർ ആ പേജിൽ കയറിയിട്ട് ഫോളോ ചെയ്യുന്നു. അവർ അത്യാവശ്യം 2 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലൊക്കെ ഉണ്ട്, ഫോളോ ചെയ്യുന്ന ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അവരങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഇവർ ചില വസ്ത്രങ്ങൾ യൂസ് ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ഷോർട്ട് ഫിലിം വരുന്നു. ഈ ഷോർട്ട് ഫിലിമിൽ അവരോടൊപ്പം അഭിനയിക്കുന്ന ആൾക്കാരോടൊപ്പം ചില വീഡിയോസൊക്കെ അവർ ചെയ്യുന്നു. ഇതൊക്കെ ഷോർട്ട് ഫിലിം അഭിനയമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് അവരുടെ ഒരു വരുമാനത്തിന് വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ചില സമയത്ത് അവർ ഫോട്ടോഷൂട്ടിൽ അവർ ചില വസ്ത്രങ്ങൾ യൂസ് ചെയ്യുന്നു. ഇതൊക്കെ കാണാൻ നേരത്തെ തന്നെ കമൻറ്റ് ബോക്സിൽ ആൾക്കാർ ഇത് കൊല്ലം സുധി കാണുന്നുണ്ടല്ലോ, ഇതെല്ലാം കൊല്ലം സുധിക്ക് വേണ്ടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ബഹളം വെച്ച് കമൻ്റ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ അന്നും വിചാരിക്കുന്നൊരു കാര്യമാണ്, എന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ അന്ന് കണ്ടത് കൊല്ലം സുധിയുടെ വൈഫ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു വീട്ടിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് വീട്ടിലാണ് നിന്നത്. അന്ന് ഈ ലക്ഷ്മി നക്ഷത്രം പോലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഈ കൊല്ലം സുധിയുടെ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പല പ്രാവശ്യവും പല പൊസിഷനിൽ ഇടുന്നിട്ട് കൊല്ലം സുധിയുടെ ഫോട്ടോസ് കാണിച്ചിട്ട് പുള്ളിക്കാരി ഇമോഷണലി അങ്ങ് യൂസ് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവരുടെ വീട് കാര്യങ്ങൾ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവർക്ക് ചെറിയ വർക്കൊക്കെ കിട്ടുന്നു. ഇവർ പല പരിപാടിക്കും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരെ ഈ ഷോർട്ട് ഫിലിമിന് ആൾക്കാർ ക്ഷണിക്കുന്നുണ്ട്. അതോടൊപ്പം കുറേ ആൾക്കാരോടൊപ്പം ഒക്കെ ഷോർട്ട് ഫിലിമും ഫോട്ടോഷൂട്ടൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഫോട്ടോഷൂട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബോൾഡായിട്ടുള്ള ഡ്രസ്സൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കാണാൻ നേരത്തെ ആൾക്കാർക്ക് പ്രശ്നം വരുന്നത്, ഇതൊക്കെ കൊല്ലം സുധി കാണുന്നുണ്ടോന്നല്ലോ എന്നൊക്കെ. അങ്ങനെ എന്താണ്, ഇപ്പം നമ്മുടെ നാട്ടിൽ എത്രയോ നടിമാരുണ്ട്, അവരെല്ലാം പലതരത്തിലുള്ള ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് വസ്ത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും ഇല്ലാത്ത പ്രശ്നം എന്തുകൊണ്ടാണ് ഈ രേണു സുധിക്ക് മാത്രം വരുന്നത്? അവർ സാധാരണക്കാരിയായി അവരങ്ങനെ തന്നെ നിൽക്കണമെന്നാണോ നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്? അവർക്കും ജീവിത ചെലവുകളുണ്ട്, അവർക്കും ആഗ്രഹങ്ങൾ കാണും, അവർക്കും ഒരു അഡ്രസ്സ് ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹം കാണും. അവരാരെയും മോഷ്ടിക്കാൻ പോകുന്നില്ലല്ലോ, ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ലല്ലോ. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ വിളിക്കുന്ന പരിപാടിക്ക് അവർ പോയി പങ്കെടുക്കുന്നു എന്നല്ലേ ഉള്ളൂ. അവർ ഈ വസ്ത്രം ഇടരുത്, ആ വസ്ത്രം ഇടരുത് എന്നൊക്കെ നമ്മളെന്തിനാണ് നിർബന്ധം പിടിക്കുന്നത്? നിങ്ങളെന്നും ഇപ്പോഴും അവരെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ സാധാരണക്കാരി എന്നുള്ള രീതിയിൽ, കൊല്ലം സുധിയുടെ ഭാര്യ എന്നുള്ള രീതിയിൽ, അവർ ആ വീട്ടിൽ പണ്ടിട്ടുണ്ടിരിക്കുന്ന വസ്ത്രത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് സത്യത്തിൽ നമ്മുടെ പ്രശ്നമാണ് കേട്ടോ. അവർ ഈ കാലഘട്ടങ്ങളിൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ തന്നെയല്ലേ അവർ യൂസ് ചെയ്യുന്നുള്ളൂ. അല്ല പ്രത്യേക ഒരു വസ്ത്രം അവർ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് വസ്ത്രം അവർ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചുകൂടെ മോഡേണായി എന്നുള്ള പേരിൽ അവരെ ഇങ്ങനെ കിടന്ന് ആക്രമിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞുതരാം, ഞാൻ കൊല്ലം ഈ രേണു സുധിയുടെ വീഡിയോസൊക്കെ കാണുന്നത് അവർക്ക് ടാലൻറ്റ് എന്ന് പറയുന്നത് അല്പം കുറവാണ്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അവർക്ക് അത്ര വലിയ ടാലൻ്റ് ഒന്നുമില്ല. കൊല്ലം സുധി എന്ന വൈഫ് എന്നുള്ള രീതിയിൽ ആ ലേബലിലാണ് ഇപ്പോഴും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ലേബലിന് മാറ്റം വരികയും ചെയ്യും. അപ്പോൾ ഇത്രയും വർക്കോ വരുമാനമോ ഒന്നും അവർക്ക് കിട്ടണമൊന്നുമില്ല. തൽക്കാലം ഇപ്പം കിട്ടുന്ന രീതിയിൽ അവർക്ക് കുറച്ച് വരുമാനമൊക്കെ ഉണ്ടാക്കി അവരവിടുന്ന് കുറച്ച് സേവിങ് ഒക്കെ ആയിട്ട് അവർ ഭാവി ജീവിതത്തിൽ കുറച്ച് മുമ്പോട്ട് പോട്ടെ എന്നല്ലേ നമ്മളൊക്കെ തീരുമാനിക്കേണ്ടത്. ഞാൻ അത്ര വലിയ കലാകാരിയാണ് അവർ എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. എനിക്ക് പലപ്പോഴും കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുമില്ല. അതെൻ്റെ അഭിപ്രായമാണ്. എനിക്ക് അവർ വലിയ കലാകാരിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് വർക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് കൊല്ലം സുധിയുടെ വൈഫ് എന്നുള്ള രീതിയിൽ. പിന്നെ സോഷ്യൽ മീഡിയയിൽ വിവാദം കൊണ്ട് അവർക്ക് തരത്തിൽ ഉപകാരമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ എന്തിനാണ് ഒരാളുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായിട്ട് ഒളിഞ്ഞു നോക്കുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോയിട്ട് അവർ ഈ വസ്ത്രം ഇടാവുള്ളൂ, ആ വസ്ത്രം ഇടരുത്, അല്ലെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെ തന്നെ നടക്കണമെന്ന് നമ്മളെന്തിനാണ് നിർബന്ധം പിടിക്കുന്നത്? കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഡെയിലി അവരുടെ വീഡിയോ എടുത്തിട്ടുണ്ടിരിക്കുകയാണ്. അവരുടെ വസ്ത്രത്തെ പറ്റി, അവരുടെ വസ്ത്രത്തിൻ്റെ അളവിനെ പറ്റിയൊക്കെയാണ് ഇവർ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഡാൻസ് കളിക്കാനുള്ള പരിമിതിയുണ്ട്, അവർക്ക് അഭിനയിക്കാനുള്ള പരിമിതിയുണ്ട്, അതൊക്കെ ശരി, അതൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അവർ ഈ വസ്ത്രം ഇടാവുള്ളൂ, ആ വസ്ത്രം ഇടരുത്, കൊല്ലം സുധിയുടെ ഭാര്യ ഇങ്ങനെ നടക്കാവുള്ളൂ എന്ന് നിർബന്ധം പിടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല.
അതെന്തൊരു നിർബന്ധം. ഇപ്പം നിങ്ങളൊരു വസ്ത്രം ഇടുന്നു, നിങ്ങളൊരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല വരുമാനം കിട്ടുന്നു എന്ന് വെക്കുക. അപ്പം നിങ്ങൾ കുറച്ചുകൂടെ നല്ല മെറ്റീരിയൽ യൂസ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു കുറച്ചുകൂടെ മെച്ചപ്പെട്ടൊരു സ്ഥലത്ത് ഒരു കാലാവസ്ഥയിലേക്ക് എത്തിയെന്ന് കരുതുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ചിലപ്പോൾ ബ്രാൻഡ് ആയിരിക്കും, എന്തെങ്കിലും തരത്തിലുള്ള വസ്ത്രങ്ങൾ, നമ്മൾ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ യൂസ് ചെയ്യും. കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള വസ്ത്രം ചിലപ്പോൾ യൂസ് ചെയ്തെന്ന് വരും. ഇത് ഇന്ന് നമ്മളിപ്പോൾ ഒരു ഗ്രാമത്തിൽ നിൽക്കുന്നു, നമ്മളോടൊപ്പം അവരും ആ ഗ്രാമത്തിൽ നിൽക്കണം എന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. അവരുടെ ജീവിതമായി മുമ്പോട്ട് പോട്ടെ, കുറച്ച് പൈസയൊക്കെ അവരുണ്ടാക്കി അവർക്ക് സേവിങ് ഒക്കെ ആയിട്ട് ഒരു മുമ്പോട്ട് പോട്ടെ. ഇപ്പോൾ ഒരു വീടൊക്കെ കിട്ടിയിട്ടുണ്ട്. കൊല്ലം സുധീർ എന്ന് പറഞ്ഞ കലാകാരൻ, അയാളുടെ ജീവിച്ചിരുമ്പോഴുള്ള ആഗ്രഹമായിരുന്നു നല്ലൊരു വീട് അതിനകത്ത് കയറി കിടക്കണമെന്നൊക്കെ. പക്ഷെ പറ്റിയില്ല, അത് ആ മനുഷ്യൻ്റെ അവസ്ഥ. അതിനുശേഷം അവരുടെ ഫാമിലി ഒന്ന് സ്വസ്ഥമായി ജീവിക്കുന്നെങ്കിൽ ജീവിച്ചു പോട്ടെ. ഇത് ഇച്ചിരി ഓവറാണ് കേട്ടോ. അവരുടെ ഫാമിലിയൊക്കെ ആൾക്കാർ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ആക്രമിക്കുന്ന ഇച്ചിരി ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണപ്പെട്ട ആൾക്കാരാണ്, അവർക്ക് ചൂടൊന്ന് ജീവിച്ച് ഓട്ടെന്ന് അങ്ങനെയൊക്കെ പോട്ടെ, അതേ എനിക്ക് പറയുള്ളൂ. ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സൊക്കെ ചുമ്മാ അവരുടെ വീഡിയോ എടുത്തിട്ട് ചുമ്മാ കത്തിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാവശ്യമില്ലാത്ത പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ആദ്യമായിട്ട് പേജ് കാണുന്നത് ഫോളോ ചെയ്യുന്നവരെ പരിഗണിക്കുക.